ജെംജെ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ ഇത്. റൈസ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ ഈ ചെമ്മീൻ കറി വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീൻ കറി തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യമേ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരു നാരങ്ങയുടെ പകുതി നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി 2 പച്ചമുളക് ഞാൻ ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുക്കുമ്പം ശ്രദ്ധിക്കുക, നമുക്ക് അധികം വലിപ്പമില്ലാത്ത ഏകദേശം ഒരേ വലിപ്പമുള്ള അല്ലി തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വലിപ്പമുള്ളതാണെങ്കിൽ നമ്മൾ കീറിയെടുക്കും, പക്ഷേ കീറാതെ ഇങ്ങനെ മുഴുവനോടെ വറക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരേപോലെ വറുത്ത് കിട്ടാനായിട്ട് ഏകദേശം സൈസ് ഒരുപോലെ ഉള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും മുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. തീരെ കുറച്ച് എണ്ണ മതി. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പകുതി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് 3 മിനിറ്റ് വീതം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് അടുത്ത വശം നമുക്കൊരു 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും 3 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊരു എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അതേ എണ്ണയിൽ ഇനി അടുത്ത ട്രിപ്പ് ഒന്നുകൂടി ഇടണം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു മൺപാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളി ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടായിരുന്നു. ആ ഓയിലിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലാകുമ്പോൾ ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ വെളുത്തുള്ളി ചെറിയൊരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കനം കുറച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആകണം കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ പോലെ ചെറിയൊരു ബ്രൗൺ കളർ ആവണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ആ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച ജാറ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ തേങ്ങ അരച്ചത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി അരച്ചതോട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഗ്രേവിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറും. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല, ഞാൻ കട്ടി കുറച്ച് എടുത്ത തേങ്ങാപ്പാലാണ്. ഈ ഒരു വലിപ്പമുള്ള ഗ്ലാസ്സിൽ ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തു. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഗ്രേവിയുടെ ഉപ്പ് നോക്കുക, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണേ, കാരണം ഇതിലേക്ക് ഇനി ചെറിയൊരു കഷ്ണം പുളിയൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വലുപ്പമുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീൻ നമ്മൾ പകുതി ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ഇനി ഒരു 8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഓഫാക്കുമ്പോൾ ഇത്രയാണെങ്കിലും ചൂട് മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പം നമ്മൾ കുറുക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ തീരെ വറ്റി അങ്ങ് പോകും. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരളവിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് തിക്കായിട്ട് മതിയെങ്കിൽ കുറച്ചുകൂടെ കുറുകിയെടുക്കാം. ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി വറുത്ത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കൂടെ വേണേൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. ഞാനിപ്പം കറിവേപ്പില ചേർക്കുന്നില്ല, കറിവേപ്പില ഞാൻ നന്നായിട്ട് കറിയിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്, നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്കാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. തീർച്ചയായും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ കറിയാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്